സഹകരണ മേഖലയിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊരു പൊതുധാരണ പിന്തുണ പിൻവലിക്കുന്നുവെന്നാണ് എല്ലാ നേതാക്കന്മാരും ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. സന്ദീപ് വാര്യറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരാളല്ല, മന്ത്രി, മുൻമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, എല്ലാവരും. ആ ആൾ അങ്ങോട്ട് പോയില്ല, കോൺഗ്രസിൽ ചേർന്നു. അപ്പൊ എങ്ങനെയാ മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് ഉണ്ടായത്? CPM ചേർന്നിരുന്നെങ്കിലോ? CPM സ്വാഗതം ചെയ്തില്ലേ? ഇതാണ് നാണം കെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. നാണം കെട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിടുവായിത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയാ. ഇത് രണ്ടു ആളുകൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പരിഹാസ്യരാവുകയാണ്. ഈ മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസ്യരായി ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ മനോരമ ചാനലിലാണ് ആ വിഷയം വന്നു എന്ന് പറയുന്നത്. ആ മനോരമ ചാനലിൽ ആ സമയത്ത് ആങ്കർ ആയിരുന്ന ശ്രീ അയ്യപ്പദാസ് ഇന്നലെ തന്നെ ക്ലിയർ ആയി പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, അത് സ്വരാജ് പറഞ്ഞതാണ്. സ്വരാജ് പറഞ്ഞ ഒരു കാര്യം ഏറ്റ് സന്ദീപ് വാര്യർ പറഞ്ഞതാണ്. അത് മാത്രം കട്ട് ചെയ്ത് CPM പ്രചരിപ്പിച്ചതാണ് എന്ന് മനോരമ ന്യൂസിലെ ആങ്കർ, ഈ സംഭവം നടന്ന ദിവസത്തെ ആങ്കർ അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ, ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശ്യം നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിന്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതൊന്നും, ഈ ചോദ്യം പത്മജ വേണുഗോപാലോടും അനിൽ ആന്റണിയോടും ചോദിച്ചില്ലല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ BJP രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത്. ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ. ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിച്ച ആളുകൾ, ഇവരൊന്നും എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലല്ലോ. മറ്റേ LDFിന്റെ സ്ഥാനാർത്ഥി അപ്പുറത്തോട്ട് പോയതുപോലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, BJPയിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. പിറ്റേ ദിവസം EP ജയരാജൻ പറയുന്നത് പോലെ അവസരവാദിയായി ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിന് വേണ്ടി അപ്പുറത്തേക്ക് മറികടം ചാടിയ ആളല്ല സന്ദീപ് വാര്യർ. അൺകണ്ടീഷണലായി, ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു. അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇനിയില്ല, ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്, അതാണ് നല്ലത് എന്ന് തീരുമാനിച്ച ഒരാൾ വരുന്നു. അതെന്താ തെറ്റ്? അത് നിങ്ങളിത് അയാൾ CPMലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. ഈ ഓപ്പറേഷൻ സന്ദീപ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് ഘട്ടത്തിലായിരിക്കും അത് തുടങ്ങിയത്? ഇത്രയും ലാസ്റ്റ് മിനിറ്റ് വരെ അത് ഇത്രയും രഹസ്യമായി സീക്രട്ട് ആക്കി വെക്കാൻ കോൺഗ്രസിന് എങ്ങനെ സാധിക്കും? അത് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം. ഞങ്ങളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ്, സംസാരിച്ചു വെച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഈ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തത് ഈ സന്ദീപ് വാര്യറിന് CPM നേതാക്കന്മാരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൂടി കിട്ടിയല്ലോ. അതുകൂടി കിട്ടിയപ്പോൾ ആളെ ഞങ്ങൾ കൊണ്ടുവന്നു തമാശ. പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു വരാൻ പറ്റില്ലല്ലോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു.